ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ 1 2026. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയും കൂടെ ഉണ്ടോ. നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച ഓട്ടം പോയില്ല. തിങ്കളാഴ്ചയാണ് നമ്മൾ ഓട്ടം പോയത്. അപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അതേപോലെ തന്നെ നാളെ നോക്കിക്കഴിഞ്ഞപ്പോൾ വ്യാഴം, അത് കഴിഞ്ഞിട്ട് ദുഃഖവെള്ളി, പിന്നെ ഞായറാഴ്ച ഈസ്റ്റർ. അങ്ങനെയായിട്ട് ഇനി കുറച്ച് തിരക്കും പിന്നെ കുറച്ച് വിശേഷ ദിവസങ്ങൾ കുറച്ച് വിശേഷ ദിവസങ്ങളൊക്കെയാണ്. മലയാറ്റൂരും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുള്ള ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിലെ ട്രിപ്പുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 4:10 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 4:4 ഓളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂബർ ആപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ചത്തെ പോലെ നല്ല വരുമാനമാണോ അതോ എന്തുട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള വരുമാനമാണോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ആപ്പുകളെല്ലാം ഓൺ ചെയ്യണമെങ്കിൽ മുമ്പായിട്ട് വണ്ടിക്കകത്ത് ബാഗും പേഴ്സും വെച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് പുറത്താണ്, ഷെഡിലല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെഡിൻ്റെ അകത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഈ സമയത്ത് പോകാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി പുറത്തിട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കിലോമീറ്റർ റീഡിങ്. അതായത് 1,99,753 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. 177 കിലോമീറ്റർ ഓടാനുള്ള ഡീസൽ നിലവിൽ വണ്ടിക്കകത്തുണ്ട്. അത് അത്ര തന്നെ ഓടണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പം കൂടി വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡീസൽ അന്ന് അടിച്ചത് ഇതിനകത്ത് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് വന്നിട്ടില്ല. ചിലപ്പോൾ 178 എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 190 വരെ കയറാം, അല്ലെങ്കിൽ 200 വരെ വരാം. അങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സാധാരണ സിറ്റിക്കുള്ളിൽ കിട്ടുന്ന ആവറേജ് മൈലേജ് 19 ആ റേഞ്ച് കൂട്ടാം. ഇത് മറ്റേ എന്താ പറയുക, ഒരു പ്രത്യേകം സിറ്റി തന്നെ ഏകദേശം ബ്ലോക്കില്ലാത്ത സമയത്തൊക്കെ ഉള്ള ആവറേജ് മൈലേജ്. നമ്മൾ ഓഡിയോ കിലോമീറ്റർ മീൻസ് ട്രിപ്പ് കിലോമീറ്റർ നമ്മൾ 0 ആക്കിയിട്ടൊക്കെയാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറയില്ല, 180 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 200 കിലോമീറ്റർ വരെ ഓടാനുള്ള ഡീസൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് കൂടിപ്പോയ ഒരു 180 ആ റേഞ്ച് വരെ ഓടാൻ പറ്റുള്ളൂ. മീൻസ് നമ്മുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ മാക്സിമം, അല്ലെങ്കിൽ 100 ആ റേഞ്ചേ നമ്മൾ ഓടത്തുള്ളൂ ഈ ഡീസലും വെച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് റിസർവ് ആവാനുള്ള പോയിന്റ് വരെ എത്തും. അപ്പോഴത്തേക്കും നമ്മൾ ഡീസൽ അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓൺലൈൻ ആവാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ടൈം നോക്കിക്കഴിഞ്ഞാൽ 4:17 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ യൂബറിൻ്റെ ആപ്പ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ യൂബറിൻ്റെ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സർച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഓൺലൈൻ പോവുകയാണ്. ഓക്കെ, ഓൺലൈനായിട്ടുണ്ട്. ഇത് തന്നെ കൊടുക്കാം. ബ്ലൂടൂത്തിൻ്റെ പെർമിഷൻ ചോദിക്കുന്നത് ആപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുള്ളത് റാപ്പിഡോയിലാണ്. യൂബറാണ് മെയിനായിട്ട് എപ്പോഴും അടിക്കുന്നത്. പിന്നെ റാപ്പിഡോയും അത്യാവശ്യം അടിയുണ്ട്. ഇതിപ്പോൾ റാപ്പിഡോ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പിഡോയും നമ്മൾ ഓൺ ചെയ്യുന്നതാണ്. റീചാർജ് ചെയ്ത് വെച്ചിട്ട് ഓഫാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ചില സമയത്ത് അത്യാവശ്യം നല്ല റേറ്റും കിട്ടുന്നുണ്ട്. അതായത് 20 കിലോമീറ്ററിന് 20 രൂപ വെച്ചൊക്കെ റേറ്റ് കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ആപ്പ് മാത്രമേ നമ്മൾ ഓൺലൈൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ട്രിപ്പ് എപ്പോഴാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയേക്കുന്നത് യൂബറിൽ നിന്നാണ്. ഏകദേശം 125 രൂപ, 125 അല്ല 133 രൂപയാണ്. ടാക്സ് കഴിഞ്ഞപ്പോൾ 125 രൂപയായി. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. 4:50 കേട്ടോ ട്രിപ്പ് കിട്ടിയത്. ഇപ്പോൾ സമയം 5:07 ആയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കിട്ടിയായിരുന്നു. ഏകദേശം 5:15 ആയപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയത്. അത് ആനവാതിൽ, അതായത് കളമശ്ശേരി കണ്ടെയ്നർ റോട്ടിലുള്ള ആനവാതിലിൽ നിന്നും നമുക്ക് വല്ലാർപാടത്തേക്കാണ് കിട്ടിയത്. അപ്പോൾ ആ ട്രിപ്പിന് ശേഷം നമ്മളിപ്പോൾ
വല്ലാർപാടം ചർച്ചിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വല്ലാർപാടം ബസിലിക്ക ചർച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇതാകുമ്പോൾ സേഫ്റ്റി ഉണ്ട്, 2 സേഫ്റ്റിയാണ്. ഒന്ന് ക്യാമറയുടെ സേഫ്റ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മാതാവിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മാതാവ് രക്ഷിച്ചോളും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. ഓക്കെ, ആ ഒരു വിശ്വാസത്തിൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉറക്കവും വന്നുണ്ട്. മീൻസ് ട്രിപ്പ് കിട്ടണവരെ ഒന്ന് ഉറങ്ങാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അടുത്ത ട്രിപ്പിനായിട്ട് ഉറങ്ങിക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മറ്റേ വല്ലാർപാടം ഡ്രോപ്പിന് ശേഷം അവിടുന്ന് കുറേ ട്രിപ്പ് വന്നായിരുന്നു. പക്ഷെ കൂടുതലും വൈപ്പിൻ സൈഡിൽ നിന്നായിരുന്നു. പിക്കപ്പ് ദൂരം ഇത്തിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിട്ടു. നമ്മളൊരു 6:45 കണ്ടും ആയി ഓൺ ചെയ്തപ്പോൾ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ 6:45. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓൺ ചെയ്ത് എവിടെ നിന്നാണ് മുളവാട് അത്രയ്ക്കും പോകണ്ട. ഏകദേശം നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകത്തേക്കായിരുന്നു. 1.5 1 കിലോമീറ്റർ അകത്തേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ആളെ പിക്ക് ചെയ്ത് കാക്കനാട് കൊണ്ടിറക്കി. പിന്നെ കാക്കനാട്ടിൽ നിന്ന് നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് കിട്ടി. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് കിട്ടി. അപ്പോൾ തന്നെ അവിടെ വെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തിരിച്ചിറങ്ങി ഇപ്പോൾ TDM ഹാൾ ജംഗ്ഷൻ്റെ സൈഡിൽ മറ്റേ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് നമുക്ക് റാപ്പിഡോയിൽ അടിച്ചായിരുന്നു. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് മുമ്പായിട്ട് വേറെ ആൾ അഫക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. എനിക്കൊന്ന് റാപ്പിഡോയിലെ ട്രിപ്പ് ഒന്ന് കൂടുതൽ ആൾക്കാർക്ക് കിട്ടുന്നത്. അത് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പണിയാം. പിന്നെ അത് ചെറിയ ലോക്കൽ ട്രിപ്പാണ്, എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് ആയിരുന്നു. അതായത് കൂടിപ്പോയാൽ പിക്കപ്പും ഡ്രോപ്പും കൂടെ ആയിട്ട് ടോട്ടൽ കിലോമീറ്റർ 2.5 കിലോമീറ്ററാണ് കാണിച്ചത്. 120 രൂപ എമൗണ്ടും കാണിച്ചു. 2.5 കിലോമീറ്ററിന്, അതായത് ടോട്ടൽ ഓടുന്ന കിലോമീറ്റർ ഞാൻ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിക്കപ്പ് പോകാനെടുക്കണ കിലോമീറ്ററും ഡ്രോപ്പിന് പോണ കിലോമീറ്ററും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ട്രിപ്പ് റഡാറിൽ ട്രിപ്പ് വന്ന് എടുക്കുന്നത്. ഓക്കെ, ഈ നോർമൽ കേസിൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇത്തിരി നഷ്ടമാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓട്ടമില്ലാത്ത സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് യൂബർ അറിഞ്ഞുകൊണ്ട് ഇട്ട് തന്നെയാണ് മുതലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ TDM ഹാൾ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് പെട്ടെന്ന് കിട്ടണേന്ന് പ്രാർത്ഥനയാണ്. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലപോലെ ഡിലേ വരുന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. പക്ഷേ ചാൻസ് കുറവാണ്. കാരണം വെച്ചാൽ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ വന്നായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 11:51 ഓക്കെ, ഇപ്പോഴും 862 രൂപയെ തന്നെ നിൽക്കുകയാണ്. അതായത് ഞാനിപ്പോഴും ഈ 7:35 എടുത്ത ട്രിപ്പ്, അതായത് 8 മണിക്ക് കഴിഞ്ഞ 8 മണി 8:10 കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സ്പോട്ടിൽ തന്നെ നിൽക്കുക. ഇതുവരെയായിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. റാപ്പിഡോയിൽ 2 ട്രിപ്പ് വന്നെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് റഡാർ ട്രിപ്പാണ് കൂടുതലും വന്നത്. പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇപ്പോൾ ടൈം നോക്കിയാൽ 12 മണി, അതായത് ഏകദേശം 12 മണിയേ ആവാറായിട്ടുള്ളൂ. ഏകദേശം 4 മണിക്കൂർ അടുത്തായി ഇപ്പോൾ TDM ഹാൾ ജംഗ്ഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയാലും നമുക്ക് ഓട്ടം ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെയും വണ്ടികളുണ്ടാവും ഒരു പക്ഷേ. ഇതിപ്പോൾ കുറച്ച് ഒതുങ്ങിയ ടൈമായതുകൊണ്ട് മീൻസ് എന്താ പറയുക, വേറെ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഓട്ടം ഉണ്ടെന്ന് തോന്നുന്നു, സർജും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീസൽ കത്തിച്ച് ഓടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി ആകെയുള്ള പ്രതീക്ഷ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഏകദേശം 12:30 1 മണിക്കുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കണം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് TD ഹാളിൻ്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് 12:30ക്കാണ് ട്രിപ്പ് കിട്ടിയത്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രിപ്പ് കിട്ടിയത്. അത് ആലുവയിലേക്കായിരുന്നു. അത് ട്രിപ്പ് റഡാർ വഴിയാണ് നമുക്ക് കയറി വന്നത്. ഞാൻ ആലുവ എന്ന് കണ്ടപ്പോൾ തന്നെ ചാടി കുത്തുകയും ചെയ്ത്, ഭാഗ്യത്തിന് എനിക്ക് കിട്ടുകയും ചെയ്ത്. അപ്പോൾ ആലുവ ചെന്ന് പിന്നെ അവിടെ നിന്ന് ഏകദേശം അതായത് പമ്പ് ജംഗ്ഷൻ്റെ അവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്.
ഡ്രോപ്പ് ചെയ്ത് നമ്മൾ പമ്പ് ജംഗ്ഷനിലേക്ക്, അതായത് മെയിൻ റോഡിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് കളമശ്ശേരിയിലേക്ക് അടിച്ച്, നോർത്ത് കളമശ്ശേരിയിലേക്ക്. ഇപ്പം നമ്മൾ നോർത്ത് കളമശ്ശേരിയിൽ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആപ്പ് ഓഫാക്കി നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് വേറെ ഓടണമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സർവീസ് ആവാറായിട്ടുണ്ട്. ഒരു 200 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. അപ്പോൾ നാളെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല സർവീസിന്. നാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര രൂപയുടെ ഇതാണെന്നൊക്കെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 3500 രൂപയുടെ ഓട്ടമാണ് ഒറ്റയടിക്ക് ഇതാവുന്നത്. അപ്പോൾ നാളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റന്നാൾ സർവീസ് സെൻറ്റർ ചിലപ്പോൾ അവധിയായിരിക്കും. കാരണം ദുഃഖവെള്ളി ആയതുകൊണ്ട് എങ്ങനെയൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ശനിയാഴ്ച സർവീസ് സെൻറ്റർ ഓപ്പൺ ആണെങ്കിൽ അന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചാണ് സർവീസിനായിട്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചവരെ മതിയാക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഡീസൽ അടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച എർണിങ്സ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഓട്ടം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ കിട്ടിയ എമൗണ്ട് നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1386 രൂപയാണ്. ഒരു 100 ചില്ലാൻ രൂപയുടെ ട്രിപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1500 കറക്റ്റ് 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 6 ട്രിപ്പിൽ നിന്നും കൂടെ ഉണ്ട് 1386 രൂപ കിട്ടിയത്. ഇന്ന് റാപ്പിഡോയിലൊന്നും നമ്മൾ ട്രിപ്പ് എടുത്തിട്ടില്ല, മീൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 1386 രൂപക്കാണ് ഓടിയേക്കുന്നത്. അതേപോലെ തന്നെ ഓടിയ കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ 102 കിലോമീറ്റർ, 105 കൂട്ടാം. കാരണം റൂം വരെ പോകുമ്പോഴത്തേക്ക് 105 കിലോമീറ്റർ ആവും. ഓക്കെ, അപ്പോൾ 105 കിലോമീറ്ററിൽ 1386 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കിലോമീറ്ററിന് കിട്ടിയേക്കുന്നത് 13 രൂപ മാത്രമുണ്ടോ. അപ്പോൾ 13 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഡ്രൈവർ കൂലിയായിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 260 രൂപയാണ് നമുക്ക് ഡ്രൈവർ കൂലിയായിട്ട് കിട്ടുന്ന എമൗണ്ട് കേട്ടോ. ഇന്ന് വളരെ കുറവ്, മീൻസ് രാവിലെ ആ ഡിലേ വന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടം കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടിക്ക് സർവീസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതനുസരിച്ച് ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ വെറുതെ വാരി വലിച്ച് ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് പണി വരും. ഓക്കെ, ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വണ്ടിയുടെ കേസാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.